വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് തലസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കർശന സുരക്ഷ തുടരുകയാണ്. പ്രധാന സേവകനെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് BJP സംസ്ഥാന നേതൃത്വവും ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനീഷ ചേർന്നുണ്ട്. വിനീഷ, എന്തായി ഒരുക്കങ്ങൾ? സുരക്ഷ എത്രത്തോളമാണ്? വിഷ്ണു, ശക്തമായ സുരക്ഷ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഞാൻ നിൽക്കുന്നത് എയർപോർട്ടിന്റെ പരിസര പ്രദേശമായ ശംഖുമുഖത്താണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് പോലും എയർപോർട്ടിന്റെ ആ പരിസര പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി, രാജ്യത്തിന്റെ പ്രധാന സേവകനെ സ്വീകരിക്കാനായി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു 8 മണിയോടുകൂടി പ്രവർത്തകർ നരേന്ദ്രമോദി ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 7 മണിയായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് വീണ്ടും വൈകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൃത്യം 8 മണിയോടുകൂടി രാജ്യത്തിന്റെ പ്രധാന സേവകൻ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷൻ ചെയ്യാനായി എത്തുന്നു. അത് ഇന്ന് വൈകുന്നേരം എത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങും. രാജ്ഭവനിൽ തങ്ങിയതിനു ശേഷം നാളെ രാവിലെയോടുകൂടിയാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യാനായി അവിടേക്ക് തിരിക്കുക. ആദ്യം രാജ്ഭവനിൽ തങ്ങിയതിനു ശേഷം നാളെ രാവിലെ റോഡ് മാർഗം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് തിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയ ഒരുക്കങ്ങൾ, ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ പഴുതടച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പെഹൽഗാം വിഷയം നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷകൾ ഒരുക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് പോലീസ്. നമുക്കറിയാം, ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ച് ഈ കാണുന്ന ശംഖുമുഖം മുതൽ രാജ്ഭവൻ വരെയുള്ള വീതികളിൽ പൂർണ്ണമായും തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തുന്ന, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തുന്ന ഓരോ പ്രവർത്തകരെ പോലും വളരെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ച് സെൻട്രൽ ജില്ലാ നേതൃത്വം വലിയ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി. കാരണം രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വിഴിഞ്ഞം തുറമുഖം നാളെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി കേരളത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു വികസന കുതിപ്പിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കേരള ജനത ആവേശത്തോടുകൂടി പ്രധാനമന്ത്രി ഈ ഒരു വിഴിഞ്ഞത്തിന്റെ ആ കമ്മീഷൻ ചെയ്യുന്ന പദ്ധതിക്കായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ ഒരു പെഹൽഗാം വിഷയം, ഭീകരാക്രമണ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് താങ്ക് യു PM മോദി ഫോർ മേക്കിംഗ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് എ റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൽ ആ ഫ്ലെക്സിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ റിയാലിറ്റിയിലേക്ക് കടക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എന്തായിരുന്നാലും ഓരോ ജനതയും, കേരളത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെ ഓരോ ജനതയും ഉറ്റുനോക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കുതിപ്പ്, ഒപ്പം കേരളത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി വിഴിഞ്ഞത്തെ മാറ്റും. വിഴിഞ്ഞത്തിൻ്റെ പുതിയ പദ്ധതി വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും നിലവിൽ വലിയ സജ്ജീകരണങ്ങൾ എനിക്ക് പുറകിലായി നിരവധി പ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ നരേന്ദ്രമോദിയെ കാത്ത് നിൽക്കുകയാണ്. ഇനിയും നരേന്ദ്രമോദി വരാനായിട്ട് വൈകും. എത്ര സമയം വേണോ കാത്തിക്കോ? കണ്ടിട്ടേ പോകുള്ളൂ. വലിയ ആവേശത്തിലാണ്. നാളെ നിലവിൽ കമ്മീഷൻ ചെയ്യാനായി പോവുകയാണ് വിഴിഞ്ഞം പദ്ധതി. ആ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ വികസന കുതിപ്പല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വികസന കുതിപ്പിലേക്കല്ലേ രാജ്യം മാറുന്നത്? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൻ്റെ വികസന കുതിപ്പിനുപരി നമ്മൾ ലോകരാജ്യങ്ങളോടൊപ്പം കടപിടിക്കുന്ന തരത്തിലേക്ക് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരാണ് കമ്മീഷൻ ചെയ്യുന്നത്. ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾ, പക്ഷെ അത് വളരെ പെട്ടെന്ന് നടത്താൻ സാധിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ആൾക്കാരുടെ കഠിന പ്രയത്നമാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതൊരു കമ്മീഷൻ ചെയ്യാൻ സാധിച്ചത്. ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദകരമായ നിമിഷം കൂടെയാണ്. അതിൽ പ്രധാനമന്ത്രി വരുന്നതോടൊപ്പം നമ്മൾ അതിലും വലിയൊരു ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും പരിസര പ്രദേശങ്ങളും പ്രാദേശികവും തിരുവനന്തപുരം നഗരവും വികസനത്തിൻ്റെ നെറുകയിലെത്തുന്നുള്ള ആദ്യത്തെ ചവിട്ടുപടി കൂടിയായിട്ട് നമുക്കിത് കാണാം. അതിന് നമുക്കിവിടെ സഹായിച്ച കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ
കേന്ദ്ര സർക്കാരിന് നമ്മൾ എല്ലാവിധ ആശംസകളും നമ്മൾ അതിനോടൊപ്പം നമ്മൾ നന്ദി അറിയിക്കുകയാണ് ഈ വേദിയിൽ. ഇന്റർനാഷണൽ എയർപോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം വലിയ കുതിപ്പിലേക്കൊക്കെ നീങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ നിലവിലെ ഒരു സാഹചര്യം, ഈ പഹൽഗാം ഇഷ്യൂ നിൽക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സാധാരണ പ്രധാനമന്ത്രിയുടെ ഒരു സുരക്ഷ നമുക്ക് നോക്കുമ്പോൾ അത്തരത്തിലാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, ഞങ്ങൾ കഴിഞ്ഞ തവണ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇവിടെ വരുമെന്ന് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കാൻ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തുന്നു പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ തവണ അദ്ദേഹം വന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ സുരക്ഷ ഇപ്രാവശ്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കടകളൊന്നും അടയ്ക്കാറില്ല സാധാരണ, പക്ഷേ ഇദ്ദേഹം വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു കടക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള വിളികൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സുരക്ഷ വളരെ ശക്തമാണ്. നമ്മുടെ സാധാരണ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരെല്ലാം നമ്മുടെ ബാരിക്കേഡിനകത്തേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും. അഭിമാന നിമിഷത്തിനായി വിഷ്ണു എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമ്മളൊപ്പം ശാലിനിയും കൂടി ചേരുന്നു. ശാലിനി, വളരെ അഭിമാനകരമായ നിമിഷത്തിലേക്ക് രാജ്യം കടക്കുന്നു, കേരളം കടക്കുന്നു. കേരളം വികസന കുതിപ്പിലേക്ക് മാറുന്ന ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. പ്രധാനമന്ത്രിയോട് രാജ്യമാകെ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു, കേരളമാകെ ഒറ്റ വാക്കിൽ നന്ദി പറയുന്ന ഒരു കാഴ്ച നിരവധി BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. 8 മണിയൊക്കെ പ്രധാനമന്ത്രി എത്താൻ സമയമെടുക്കുമെന്ന എല്ലാവർക്കും വ്യക്തമായി അറിയാം, അവർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ എപ്പോഴും പറയുന്നത് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടേ മടങ്ങൂ. ആ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെ ഇപ്പോൾ മനസ്സിൽ ഓരോ ആളുകളെയും നമുക്ക് അവരുടെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. കാരണം 2024 എല്ലാ മാസവും ജനുവരി മുതൽ ഏകദേശം ഒരു 8 തവണയിലധികമാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. അതിൽ 2-ലധികം തവണ തിരുവനന്തപുരത്ത് എത്തി. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വരവാണ്. അപ്പം സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ വരവാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ഒക്കെ ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് നാളെ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വീതിയിലൂടെ ആയിരിക്കും പ്രധാനമന്ത്രിയുടെ 15-ലധികം വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത്, വാഹന വ്യൂഹം കടന്നു പോകുന്നത്. നമുക്ക് പിന്നിൽ BJPയുടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, വിവിധ മോർച്ച പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. കാരണം ഇതുവരെ പറഞ്ഞ സർക്കാരുകൾ പറഞ്ഞത് വരും എന്നുള്ളതാണ്, നടപ്പിലാക്കും. പക്ഷേ പ്രധാനമന്ത്രി അധികാരത്തിലേറിയതിനു ശേഷം, ഒപ്പം തന്നെ കേന്ദ്രത്തിൽ BJP അധികാരത്തിലേറിയ ശേഷം ആദ്യമായി ഒരു വലിയ പദ്ധതി, അത് രാജ്യത്തിന്റെ പദ്ധതിയായി വിഴിഞ്ഞം മാറുകയാണ്. നാളെ ഇപ്പോൾ രാവിലെ 9:30 പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ അദ്ദേഹം വിശ്രമിക്കുന്ന രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിക്കും. ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ട്, റോഡ് മാർഗം പോകുമോ എന്നുള്ളത്. കാരണം റോഡ് മാർഗമുള്ള ട്രയലും കഴിഞ്ഞു, ഹെലികോപ്റ്റർ വ്യൂഹവും അദ്ദേഹത്തിന്റെ ട്രയൽ റൺ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹെലികോപ്റ്ററിലൂടെ അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് എത്തും എന്നുള്ളതാണ്. ബർത്തിലേക്ക് തന്നെ അദ്ദേഹം ഇറങ്ങും എന്നുള്ളതാണ്. പരീക്ഷണ പറക്കലടക്കം ഇപ്പോഴത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം റോഡ് മാർഗമല്ല. റോഡ് മാർഗം നമ്മൾ ഇവിടെ നിന്ന് രാജ്ഭവനിലേക്ക് എത്തുന്നു. രാജ്ഭവനിൽ എത്തിയതിനു ശേഷം നാളെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഹെലികോപ്റ്റർ മാർഗമാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് അദ്ദേഹം ഈ ഹെലികോപ്റ്റർ മാർഗം നമ്മുടെ ഇന്റർനാഷണൽ പോർട്ടിലേക്ക് എത്തുക. ആ ഒരു പോർട്ടിന്റെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതും ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷം. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ ശാലിനിക്കും വലിയ സന്തോഷത്തിലാണോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി എത്തിയ ഏകദേശം 5 പരിപാടികളിലും ഞാൻ പങ്കെടുത്തിരുന്നു. 5 മാസവും പ്രധാനമന്ത്രിയുടെ പരിപാടികൾ പങ്കെടുത്തു. അപ്പോൾ ഈ വർഷവും തുടങ്ങുമ്പോൾ ആദ്യമായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിലൊരു സന്തോഷമാണ്. അത് മാത്രമല്ല, നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വരവിനായി. പ്രത്യേകിച്ച് പഹൽഗാമിലെ വിഷയം, ഭീകരാക്രമണം നടക്കുന്നു, രാജ്യം തിരിച്ചടിക്കുമോ എന്നുള്ള ആകാംക്ഷയും ഒക്കെയായി ഇങ്ങനെ നിൽക്കുന്നു. അതിർത്തി കാത്ത് അവിടെ പട്ടാളക്കാർക്കൊപ്പം അദ്ദേഹം സുരക്ഷയുടെ ഭാഗമാകുന്നതോടൊപ്പം തന്നെ തെക്കേ അറ്റത്തേക്ക് അദ്ദേഹം എത്തുകയാണ്. രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് എത്തുമ്പോൾ വളരെ ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ശംഖുമുഖത്ത് ഈ ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപത്ത് 100-കണക്കിന് 1000-കണക്കിന് BJP പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ, അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടാകും. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്ന വഴികളിലൊക്കെയും പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ളത്. പ്രവർത്തകർ മാത്രമല്ല, പ്രധാനമന്ത്രി, ഒരുപക്ഷേ നമ്മൾ മുൻപൊന്നും കേട്ടിട്ടില്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് വരുന്നു. അവർക്കൊക്കെ അടുത്ത് കാണാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ കാണും. അതിനുശേഷം അദ്ദേഹം ഇന്ന് രാജ്ഭവനിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എത്തും. അവിടെ വിശ്രമിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ന് രാത്രി സൽക്കാരം കൂടി നൽകുന്നുണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ അദ്ദേഹത്തിന്റെ അതിഥിയായിട്ടാണ് ഇന്ന്, സംസ്ഥാനത്തിന്റെ അതിഥിയായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. അപ്പോൾ ഇന്ന് ഒരുപക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ ഒരു രാത്രി തങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്രയധികം ആവേശം രാജ്ഭവനിലുമുണ്ട്.
പ്രത്യേകിച്ച് പെഹൽഗാമിന്റെ വിഷയം നിൽക്കുന്നു. സ്വാഭാവികമായും ആ ഒരു സുരക്ഷ തലസ്ഥാന ജില്ലയിലുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം തലസ്ഥാന ജില്ലയിൽ അടിക്കടി ഇപ്പോൾ ബോംബ് ഭീഷണി ഉണ്ടാവുകയാണ്. ഇന്നും വിഴിഞ്ഞം പോർട്ടിലടക്കം ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ SPGയുടെ സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞം പോർട്ടും അതിന്റെ പരിസരവും ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖല മുഴുവനായി SPGയുടെയും കേരള പോലീസിന്റെയും സുരക്ഷാ വലയത്തിലാണ്. നാവികസേനയുടെ പ്രത്യേക കപ്പൽ അവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂടാതെ തന്നെ പോലീസിന്റെയും നാവികസേനയുടെയും ഒക്കെ വായുസേനയുടെയും ഒക്കെ പരിശോധനയും പറക്കലും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി 8 മണിയോടുകൂടി നമ്മൾക്ക് പിന്നിലായി കാണുന്ന ടെക്നിക്കൽ ഏരിയയിൽ സുരക്ഷയൊക്കെ ഒരുക്കുന്ന സമയത്ത് നമുക്കൊരു സംശയം, ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു. മോദി ഇവിടേക്ക് എത്തുമോ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് രാജ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മോദി ഇവിടെ എത്തുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ വികസനമാണ് പ്രധാനം, വികസന കുതിപ്പാണ് രാജ്യത്തിന് വേണ്ടത് എന്ന കൃത്യമായ ഒരു സന്ദേശം തന്നെയല്ലേ മോദി നൽകുന്നത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ രാഷ്ട്രത്തിൻ്റെ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ പോലും ഡൽഹിയിൽ നിൽക്കേണ്ട മോദി നേരെ കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ, അതിന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ, ഇപ്പോൾ രാജ്യം നിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് ഒരു സ്റ്റെപ്പ് പോലും താമസിക്കാതെ അതിന് ഒരു പടി കൂടി മുന്നിലേക്ക് രാജ്യത്തെ നയിക്കാൻ, വികസനത്തിൻ്റെ കുതിപ്പ് രാജ്യത്തിലേക്ക് എത്തിക്കാൻ, കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു യഥാർത്ഥ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ മോദി എത്തുമ്പോൾ അതൊരു സന്ദേശം കൂടിയല്ലേ നൽകുന്നത്? തീർച്ചയായും. കാരണം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയായിട്ട് വിഴിഞ്ഞം മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു സ്വപ്ന പദ്ധതി എന്ന് നടപ്പിലാക്കും, എന്ന് അതിന്റെ കമ്മീഷനിങ് നടക്കും. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ മദർഷിപ്പുകൾ വന്നു തുടങ്ങി, അതിന്റെ ട്രാൻസ്ഷിപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഈ ഒരു പദ്ധതി എന്നാണ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തേക്ക് ഒരു ആശങ്ക. പ്രധാനമന്ത്രിയുടെ തീയതിക്കായി അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ഏറ്റവും ഒടുവിലായി ആ തീയതി പ്രഖ്യാപിച്ചതിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത്. ആ ഒരു ഭീകരാക്രമണത്തോടുകൂടി യാത്ര ക്യാൻസൽ ചെയ്യുമോ? രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെയാണ്, പ്രധാന സേവകനായുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് തലസ്ഥാനമുള്ളത്. നമുക്കറിയാം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാന സേവകൻ എത്തുന്നത്. എന്തുതന്നെയായാലും ജനം TV തത്സമയം സമഗ്ര കവറേജാണ് പ്രേക്ഷകർക്ക് മുന്നിൽ നൽകുന്നത്. ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുൻവശത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ഒപ്പം രാജ്ഭവന് സമീപത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട്. ഒപ്പം ശംഖുമുഖം പരിസരത്ത് നിന്നാണ് വിനീഷും ശാലിനിയും ഉള്ളത്. എന്തുതന്നെയായാലും സമഗ്രമായൊരു കവറേജ് ജനം TV നൽകുന്നുണ്ട്. ശാലിനി തുടരുക, ടിൻഡുവിലേക്ക് പോവുകയാണ്. ടിൻഡു, അവിടെയും കനത്ത സുരക്ഷ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങൾ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്, തങ്ങളുടെ പ്രധാന സേവകനെ കാണാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ കനത്ത സുരക്ഷയാണ്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് സുരക്ഷ ഒരിക്കൽ കൂടി ഒരു മടങ്ങ് കൂടി വർദ്ധിക്കുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം MLA ഹോസ്റ്റലിന് സമീപമാണ്. ഇതുവഴി ഏതാണ്ട് 8 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനായി കടന്നു പോകും. അദ്ദേഹം പോകുന്ന വഴി വലിയ രീതിയിലുള്ള സുരക്ഷകളാണ് ഒരുക്കിയിട്ടുള്ളത്, വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസ് നേരത്തെ തന്നെ ബാരിക്കേഡുകൾ വെച്ച് പ്രധാന റോഡുകളിലേക്ക് വരാനുള്ള ഇടറോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രധാനമന്ത്രി എയർപോർട്ടിൽ ടെക്നിക്കൽ ഏരിയയിൽ വന്നിറങ്ങുന്ന സമയം മുതൽ അവിടെ നിന്നുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഇങ്ങോട്ടേക്ക് ഏർപ്പെടുത്തി തുടങ്ങും. ഈ പാളയം വഴി കടന്നു പോകുന്നിടത്ത് പ്രധാനമായിട്ടും 2 ഇടങ്ങളിലായിട്ട് പ്രധാനമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഈ വഴിയെ കടന്നു പോകുന്നത്. പക്ഷേ ആ വഴിയെല്ലാം ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇപ്പോൾ 5 മണി കഴിയുന്നു. ഈ സമയത്ത് തന്നെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ കാണാനായിട്ട് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജനങ്ങളും ഒത്തുകൂടിയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള, നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. എന്നിരുന്നാലും തന്നെ അദ്ദേഹത്തെ വലിയൊരു ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ പാളയം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ MLA ഹോസ്റ്റലിൻ്റെ ഭാഗത്തുമായിട്ട് അണിനിരക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ MLA ഹോസ്റ്റൽ മുതൽ ഇനി പോകുന്നത് MLA ഹോസ്റ്റൽ കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് പാളയം ജംഗ്ഷൻ, അവിടെ നിന്നും നേരെ രാജ്ഭവനിലേക്കാണ്. അതുവരെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയൊരു ബൃഹത് പദ്ധതി, വിശ്വഭാരതത്തിൻ്റെ കവാടമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഈ അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു രാത്രിയുടെ വ്യത്യാസം മാത്രമാണ് നമുക്ക് ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ളത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെയൊക്കെ ഈ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ. ആദ്യമായിട്ടാണോ? ഇല്ല നേരെ കണ്ടിട്ടുണ്ട്. എത്ര സന്തോഷമുണ്ട്? എന്താണ് ഒരുപാട് സന്തോഷമുണ്ട്. എവിടുന്നാ വരുന്നേ? നമ്മൾ ഏനിക്കര കരോളം. അപ്പോൾ മോദിയെ കാണാനായിട്ട് അത്ര സമയം വേണേലും കാത്തിരിക്കും. തയ്യാറാണ്. തീർച്ചയായിട്ടും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തകർ, BJP പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ ഈ നരേന്ദ്രമോദി ഈ വഴിയെ കടന്നു പോകുന്നത് കാണാനായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഈ പ്രധാന സേവകൻ ഈ വഴിയെ കടന്നു പോകുന്നത് കാണുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ വന്നിട്ടുള്ള ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും MLA ഹോസ്റ്റലിൻ്റെ സമീപത്ത് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഓഫീസിന് മുന്നിലാണ് ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. മറ്റങ്ങോട്ട് റോഡുകൾ കൺജസ്റ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിൽ ഈ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തകർക്കും അണിനിരക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടില്ല. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോൾ നമുക്ക് എത്ര മണിക്കൂറുകൾ വേണേലും എത്ര മണിക്കൂറും നമുക്ക് ഇത്തരത്തിൽ കാത്തു നിൽക്കാനായിട്ട് അവർക്കൊരു മടിയില്ല. ആരെ കാണാനാണ് നിൽക്കുന്നത്? മോദി അപ്പൂപ്പനെ കാണാനാണോ നിൽക്കുന്നത്? ഒരുപാട് സമയം കാത്തു നിൽക്കുമോ? ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ടാ. എവിടെന്നാ വരുന്നത് മോള്? നെടുമങ്ങാടത്ത് വരുവാണോ? മോദി അപ്പൂപ്പനെ കണ്ടിട്ട് പോവും? തീർച്ചയായിട്ടും വളരെ ചെറിയ കുട്ടികളൊക്കെ ഇത്തരത്തിൽ ഇവിടെ നരേന്ദ്രമോദി ഈ വഴിയിൽ കൂടി കടന്നു പോകുന്നത് കാണാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. വലിയ രണ്ട് രാജ്യവംശങ്ങൾ, ആ രണ്ട് രാജ്യവംശങ്ങൾ ചേർന്ന് തകർത്തടയ്ക്കപ്പെട്ട ഒരു സാമ്രാജ്യം നരേന്ദ്രമോദി വീണ്ടും കെട്ടിപ്പടുത്തിയിരിക്കുകയാണ്. ആ സാമ്രാജ്യത്തെ രാജ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാനാണ് അദ്ദേഹം നാളെ തുറമുഖം സമർപ്പിക്കാനായിട്ട് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തുന്നു. തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 8 തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. അപ്പോഴൊക്കെ നമുക്ക് അതിഥിയാണെന്ന് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം നമ്മളിൽ ഒരാളാണ്, പ്രധാന സേവകനാണ്. അപ്പോൾ ഇന്ന് 2025 ആദ്യമായിട്ടാണ് ഈ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇന്ന് റോഡ് മാർഗം എത്തുന്ന അദ്ദേഹം നാളെ 10:10 തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോകാനായിട്ടാണ് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയത്. ഇന്ന് പൂർണ്ണമായിട്ടും റോഡ് മാർഗമാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയതിനു ശേഷം അവിടെ നിന്നും നേരെ പോകുന്നത് ഇത്തരത്തിൽ രാജ്ഭവനിലേക്കായിരിക്കും. രാജ്ഭവനിൽ അദ്ദേഹം ഇന്ന് പ്രധാന അതിഥി കൂടിയാണ്. അതിനുശേഷം തുറമുഖം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. നിരവധി ആളുകൾ എവിടെന്നാ വരുന്നേ? വൈകും പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വർഷം ഇപ്പൊ കണ്ടിട്ട് എന്താ പേര്? അപ്പോൾ നെടുമങ്ങാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ആളുകൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എവിടെ നിന്ന് വരുന്നത്? നെടുമങ്ങാട്. നമ്മൾ വലിയൊരു പദ്ധതിയല്ലേ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പോകുന്നത്? അതെ. പ്രധാനമന്ത്രിയെ കാണാനായിട്ടാണ് വന്നത്. ശരി. അതെ. വളരെ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയെ കണ്ടിട്ടേ പോവുള്ളൂ. അതെ. അപ്പോൾ നമുക്ക് ഈ പദ്ധതിയെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ കേരളത്തിൻ്റെ വലിയൊരു വികസനത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഇത് വിഴിഞ്ഞം പദ്ധതി വലിയ ഇതാണ്. പക്ഷേ ഇപ്പം ഈ സംസ്ഥാന ഗവൺമെൻറ് അതിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റും കൂടെ ഇത്തിരി കൂടെ സപ്പോർട്ട് ആക്റ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരുപാട് തൊഴിൽ സാധ്യത കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് പദ്ധതിക്ക് ഒരു അനക്കം വെക്കുന്നത്. അതെ. അതെല്ലാം എത്രയോ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് മിനിസ്റ്റർ എത്ര കൊല്ലം കേന്ദ്രം ഭരിച്ചതാണ്. എന്നിട്ട് കൂടി അവർക്ക് പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലരും ശ്രമിക്കുന്നുണ്ട്. അതെ. അല്ലാതെ അവരെ കൊണ്ട് ഇതിന് വേറെ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള ഉപയോഗം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇവരൊക്കെ തയ്യാറാണ്.
തീർച്ചയായിട്ടും ഈ ബൃഹത്തായൊരു പദ്ധതി തന്നെയാണ് അവർക്ക് പൊതുജനങ്ങൾക്കുമുള്ള അഭിപ്രായം ഇത് തന്നെയാണ്. ഇതൊരു വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ്. പക്ഷേ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒത്തിരി ആളുകൾ വരുന്നു എന്ന് തന്നെയാണ് അവരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ആളുകൾക്കെല്ലാം എല്ലാത്തിനെ പറ്റിയും നല്ല അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? നെടുമങ്ങാട്. എല്ലാവരും നെടുമങ്ങാട് നിന്നാണോ? ഓ. എന്താ വന്നേ? മോദിനെ കാണാൻ. കണ്ടിട്ടേ പോകുന്നുള്ളൂ? ഓ. ആദ്യമായിട്ടാണോ കാണുന്നത്? ഓ. ആദ്യമായിട്ട്. ഓക്കെ. തീർച്ചയായിട്ടും ചെറിയ കുട്ടികളൊക്കെ ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ വരവിന് വേണ്ടിയിട്ട് ഇവിടെ ഈ വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പൊതുജനങ്ങളെല്ലാം ഈ വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടും ഈ വലിയൊരു തൊഴിൽ സാധ്യതകൾക്ക് വേണ്ടിയിട്ടും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ അവർ ആവശ്യപ്പെടുന്ന ഞാനിപ്പോൾ പരിചയപ്പെട്ട ആൾക്കാരിൽ ഭൂരിഭാഗവും നെടുമങ്ങാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. നെടുമങ്ങാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് വിഴിഞ്ഞത്തിൻ്റെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു 50% വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകളാണ്. കാരണം നമ്മളത് എടുത്തു പറയാനുള്ള കാര്യം വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലോവർ ലീഫ് മോഡലിലുള്ളൊരു റോഡ് പദ്ധതിയുണ്ട്. ഈ റോഡ് പദ്ധതി റിംഗ് റോഡ് പദ്ധതിയാണ്. ഇത് 3 പ്രദേശങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഏരിയകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള റോഡ് പദ്ധതിയാണ്. ആ റോഡ് വരുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വികസനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വ്യാവസായിക സംരംഭങ്ങളൊക്കെ ആ മേഖലകളിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണയാണ്. ആ ധാരണ കൊണ്ട് തന്നെയാണ് അവർ അത്രയും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പദ്ധതിക്ക് അത്രയും ഒരു ഉണർവ് വന്നത് എന്നുള്ള തരത്തിലുള്ളൊരു പ്രതികരണമൊക്കെ വരുന്നത്. എന്തായാലും ഏതാണ്ട് 8 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരം പാളയം MLA ഹോസ്റ്റൽ ജംഗ്ഷൻ, അതായത് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലൂടെ ഇത്തരത്തിൽ ഈ നരേന്ദ്രമോദി കടന്നു പോകും എന്ന് ഉള്ളൊരു വിവരം കിട്ടുന്നത്. ഏതാണ്ട് ഇനി 3 മണിക്കൂറുകളോളമുണ്ട്. ഈ 3 മണിക്കൂറുകളോളം അവർ ഇനി ഇവിടെ കാത്തു നിൽക്കാനും സജ്ജമാണ്. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷകൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. 8 മണിക്ക് മുന്നോടിയായിട്ട് അവിടെ നിന്നായി എയർപോർട്ടിൽ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? മോദിയെ കാണാൻ ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ പദ്ധതി നാളെ നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കണം. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം, അഭിമാനം. എന്താ അഭിമാനം എന്ന് പറയാനായിട്ട് ഭയങ്കര തണുത്ത് പറയുന്നത്? വളരെ അഭിമാനമുണ്ട്. കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയട്ടെ. നമുക്ക് അഭിമാനമുള്ള കാര്യം ഉറക്കല്ലേ പറയട്ടെ? വളരെ അഭിമാനം. തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനം തരുന്നൊരു നിമിഷം തന്നെയാണിത്. എവിടെന്നാ വരുന്നത്? വെഞ്ഞാറമൂട്. എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നല്ല കാര്യമാണ് ഇത്. കാരണം നാളെ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് വന്നത്. അതുകൊണ്ട് മോദിക്ക് നമ്മൾ അങ്ങേറ്റം സന്തോഷം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ചോട്ടാ ബേട്ട എവിടെന്നാ വരുന്നേ? ആരെ കാണാനാ വന്നേ? ആരെ കാണാനാ വന്നേ? തീർച്ചയായിട്ടും. എവിടെന്നാ വരുന്നേ ചേട്ടാ? വെഞ്ഞാറമൂട്. എന്താ പറയാനുള്ളത്? നമ്മൾ വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. പ്രധാന സേവകൻ വരികയാണ്. ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ആദ്യമായിട്ടാണോ മോദിയെ കാണുന്നത്? അല്ല, ആദ്യമായിട്ടല്ല. വീണ്ടും കാണാൻ തോന്നും. അതുകൊണ്ട് അതൊന്നുകൂടെ പറയോ? വീണ്ടും കാണാൻ തോന്നും. അതുകൊണ്ട് വീണ്ടും വരുന്നു. എപ്പോൾ അവസരം കിട്ടിയാലും കാണാൻ വരും. അത് തന്നെയാണ്. വീണ്ടും കാണാൻ തോന്നും. എപ്പോൾ അവസരം കിട്ടിയാലും കാണാൻ തോന്നും. അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തില്ല. അത്രയ്ക്ക് ആവേശത്തിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഒത്തുകൂടിയിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറുകളോളം അല്ലെങ്കിൽ 2.5 മണിക്കൂറോളം സമയമുണ്ട്. ഈ സമയം അത്രയും അവരിവിടെ കാത്തു നിൽക്കാൻ സജ്ജമാണ്. നെടുമങ്ങാട് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് BJP നെടുമങ്ങാട് മണ്ഡലം പ്രധാനമന്ത്രിക്ക് സ്വാഗതം നൽകിക്കൊണ്ടുള്ളൊരു ഫ്ലെക്സ് ബോർഡാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. അതുപോലെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ ഇവിടേക്ക് അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷവും ആവേശവും ഒക്കെയാണ്. ഇരുട്ട് വീഴ് തുടങ്ങുന്നുണ്ട്. എന്നിരുന്നാലും തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടേ മടങ്ങുള്ളൂ, അല്ലെങ്കിൽ വലിയൊരു പദ്ധതിയുടെ ഭാഗമാകും. നമ്മളിങ്ങനെയൊക്കെയാണ് വലിയൊരു സന്തോഷത്തിൻ്റെയും ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമാകുന്നത്. ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ തന്നെയാണ് ഓരോ ആളുകളും ഇവിടെ കാത്തു നിൽക്കുന്നത്. നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിൽ നാളെ ഏതാണ്ട് 10,000 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. എന്നിരുന്നാലും തന്നെ വലിയ രീതിയിൽ എങ്ങനെയെങ്കിലും എവിടെ നിന്നായാലും അദ്ദേഹത്തെ കാണണം. ഈ ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാകണമെന്ന് തന്നെയാണ് ഇവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ഒന്നാകെ, കുട്ടികളടക്കം ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട
പ്രധാന സേവകന് വേണ്ടി, ജനനായകന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെയാണ് ഈ ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെയും പൂർത്തിയായത്. ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി എത്തിച്ചേരുക എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്നത്. ഇതിനായാലും വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പ്രധാന സേവകനെ കാത്ത തലസ്ഥാനം. പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടിയാണ് തലസ്ഥാനത്ത് എത്തിച്ചേരുക. 8 മണിയോട് കൂടിയാകും അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത്. ഒപ്പം തന്നെ തലസ്ഥാനത്ത് കർശന സുരക്ഷ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ രാജ്ഭവന് സമീപത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്ത് എത്തിയതിനു ശേഷം ഇന്ന് തങ്ങുക രാജ്ഭവനിലാണ്. അവിടെ കൂടിക്കാഴ്ചകളുണ്ട്. എന്താണ് നിലവിലെ സുരക്ഷ? വിഷ്ണു, ഇത്രയും നേരം ടിൻഡു പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ സന്തോഷവും അവരുടെ കാത്തിരിപ്പുമൊക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു കൗതുകവും ഒരു സന്തോഷമൊക്കെ അവിടെ കാണാം. പക്ഷേ ഇവിടെ രാജ്ഭവന് മുന്നിൽ ആ സുരക്ഷ ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി ഗൗരവകരമായ കാഴ്ചകൾ നമുക്ക് കാണാം. രാജ്ഭവനുള്ളിലേക്ക് കയറുന്ന ഓരോ വാഹനങ്ങളും ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് കടത്തിവിടുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ പലപ്പോഴായി ഇതിനുള്ളിലേക്ക് വരികയും പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയ ശേഷം ഇന്ന് ഒരു രാത്രി മുഴുവൻ തങ്ങുന്നത് ഇവിടെ രാജ്ഭവനിലായതിനാൽ തന്നെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. രാജ്ഭവന് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് കാഴ്ചകളിലൊക്കെ കാണാവുന്നത് പോലെ നിരവധി പോലീസുകാരെ ഇവിടെ എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയാകെ പല ഇടറോഡുകളും ബാരിക്കേഡുകൾ കെട്ടി അടച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്, അദ്ദേഹം നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിച്ച് പാങ്ങോട്ടേക്ക് പോകുന്നതും പാങ്ങോട്ട് നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് പോകുന്നതും അനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ രാജ്ഭവന് മുന്നിലെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കാണിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് വെള്ളയമ്പലം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയാണ് BJP പ്രവർത്തകർ കൂടി നിൽക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് കൂടി നിൽക്കുന്നതുള്ളത്. നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് അവരിലേക്ക് പോകാമെന്ന് കരുതിയാണ് ആദ്യം ഈ രാജ്ഭവനിൽ മുന്നിൽ നിന്ന് തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളയമ്പലം റൗണ്ടിൻ്റെ ഭാഗത്ത് കൂടി നിൽക്കുന്ന BJP പ്രവർത്തകരിലേക്കും അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുള്ള നൂറുകണക്കിന് ആളുകളിലേക്കും പോകാൻ കഴിയും. കുറച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സമയത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചാണ് ഈ ഭാഗത്തേക്കൊക്കെ ആളുകൾ എത്തുന്നതിൻ്റെ ഒരു ഇത് നിൽക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ആ വെള്ളയമ്പലം ഭാഗത്തൊക്കെ കൂടി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്നും വിവരങ്ങൾ നൽകാം. എന്തായാലും രാജ്ഭവനിൽ ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. അദ്ദേഹം ഇന്നൊരു രാത്രി തങ്ങുമ്പോൾ കേരള പോലീസ് മുൾമുനയിൽ തന്നെയാണ്. എല്ലാവിധമായ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ അത്രയധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 3000-ലധികം പോലീസുകാർ ഈ പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത്. രാജ്ഭവനകത്തും പുറത്തുമൊക്കെയായി നിരവധി വലയങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന സുരക്ഷാ സജ്ജീകരണങ്ങളാണ് അതിനായി ഒരുക്കിയിരിക്കുന്നത്. എല്ലായിടത്തും പോലീസുകാരുണ്ട്, എല്ലാ റോഡുകളിലും പോലീസുകാരുണ്ട്, എല്ലായിടത്തും കർശന നിരീക്ഷണമുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അത്തരത്തിൽ ഈ നേരത്തെ നമ്മുടെ മറ്റു റിപ്പോർട്ടേഴ്സൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ തന്നെ വാഹന ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നാളെ രാവിലെയും ആ വാഹന ക്രമീകരണം ഉണ്ടാകും. അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണിവരെയെങ്കിലും ആ വാഹന ക്രമീകരണങ്ങളുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അത്രയധികം അലർട്ടിലാണ് സംസ്ഥാന പോലീസ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനത്തെ പോലീസിനെ വട്ടം ചുറ്റുന്ന ഒരു വ്യാജ ഭീഷണിയൊക്കെ, ഒരു ബോംബ് ഭീഷണിയൊക്കെ തുടർച്ചയായി വരുന്ന സമയമാണ്. അത്തരം ഭീഷണികളൊക്കെ പലതും വ്യാജമാണെന്ന് കണ്ടെത്തുമ്പോഴും എത്തുന്നത് പ്രധാനമന്ത്രിയാണ്. രാജ്യമുള്ളതൊരു സവിശേഷ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാത്തരം കാര്യങ്ങളെയും വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് പരിശോധനകൾ കർശനമാക്കിക്കൊണ്ട്, നിരീക്ഷണം കർശനമാക്കിക്കൊണ്ട്, സുരക്ഷാ വലയങ്ങൾ സജീവമാക്കിക്കൊണ്ടുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ രാജ്ഭവനും അതിന് ചുറ്റുമുള്ള മേഖലകളിലും ഒരുക്കിയിട്ടുള്ളത്. വിഷ്ണു. യെസ്, പ്രജിത്ത, ടിൻഡു രണ്ടുപേരും തുടരുക. ഇപ്പോൾ വിനീഷിലേക്കും ശാലിനിയിലേക്കുമാണ് പോകുന്നത്. വിനീഷ, ഒരുപക്ഷെ നമുക്കറിയാം
നമുക്കറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രധാന സേവകനെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ജനലക്ഷങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ജനം TV പ്രേക്ഷകർ കൂടിയും ആ ഒരു കാത്തിരിപ്പിലാണ്. നമ്മൾ സമഗ്ര കവറേജാണ് നൽകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് തന്നെയാണ് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ഭാരതം ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യം, അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ശത്രു രാജ്യത്തിൻ്റെ ഒരു ഭീകരതയ്ക്ക് അല്ലെങ്കിൽ അതിന് കനത്ത മറുപടി കൊടുക്കേണ്ട ഒരുക്കങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ തന്നെയായാലും പ്രധാനമന്ത്രി രാജ്യസേവകൻ അദ്ദേഹം ഒരു നേതാവായി നിന്നുകൊണ്ട് ഭാരതത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ഏത് കാര്യത്തിലും അദ്ദേഹം ജനങ്ങൾക്കൊപ്പം എന്നുള്ളൊരു തെളിവ് തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സന്ദർശനത്തിൽ കൂടിയും അത് തന്നെയല്ലേ ഏറെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി തന്നെയാണ് ഓരോ ആളുകളും ഇപ്പോൾ ഇനി കാത്തു നിൽക്കുന്നത്. കാരണം രാജ്യമാസകലം, ഒപ്പം പറഞ്ഞാൽ കേരളവും അതിനൊപ്പം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വികസന കുതിപ്പിൻ്റെ ഒരു പുതിയ ഏടിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ തുടർച്ചയ്ക്ക് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ മുഖത്തിനായി തന്നെയാണ് നരേന്ദ്രമോദി നാളേക്ക് ഇവിടെ എത്തുന്നത്. നാളെ എത്തി നമ്മുടെ ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഈ ഉദ്ഘാടനത്തിലോടുകൂടി പുതിയ ചരിത്രം കുറിക്കുകയാണ്, പുതിയ വികസന കുതിപ്പ് രാജ്യത്തിന് ഒരുക്കുകയാണ്. ഒപ്പം തന്നെ കേരളത്തിന് അതൊരു ഇരട്ടി മധുരം എന്നാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. കാരണം ഇരട്ടി മധുരം നൽകുന്ന തരത്തിൽ കേരളത്തിൻ്റെ വികസന കുതിപ്പ് രാജ്യം ഒരു പടി മുന്നിലെങ്കിൽ, പക്ഷേ ആ കേരളത്തിൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളം 2 പടി മുന്നിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് വികസന കുതിപ്പിൽ ഈ വിഷയത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശംഖുമുഖത്ത് പ്രവർത്തകരൊക്കെ എത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. BJP പ്രവർത്തകർ ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നു. വളരെ ആവേശം, വളരെ ആഹ്ലാദപരമായ നിമിഷത്തിലൂടെയാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറെ ആഹ്ലാദപരമായ ഒരു നിമിഷത്തിലാണ് എത്തി നിൽക്കുന്നത്. കാരണം ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകാൻ, നാളെ വലിയൊരു വികസന കുതിപ്പിൻ്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രിയെ ഇപ്പോൾ വരവേൽക്കാനായി കാത്തു നിൽക്കുന്നു. എന്താണ് പറയാനുള്ളത്? ശരിക്കും തിരുവനന്തപുരത്തിന് ഏറ്റവും വലിയ അഭിമാന നിമിഷമാണ്. ആരാധ്യനായ പ്രധാനമന്ത്രി 3ാമതും പ്രധാനമന്ത്രിയായ ശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുന്നു. അത് ഒന്നാമത്തെ ഒരു നേട്ടമാണ്. എന്നിരുന്നാൽ തന്നെയും തിരുവനന്തപുരത്തിന് വൻപിച്ച ഒരു വികസനം നൽകുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന പദ്ധതി അദ്ദേഹം 2014 പ്രധാനമന്ത്രിയായ ശേഷമാണ് യാഥാർത്ഥ്യമായത്. അത് കമ്മീഷൻ ചെയ്യാനായിട്ട് അദ്ദേഹം എത്തുക എന്ന് പറയുന്നത് നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനമാണ്. അത് അത്യധികം സന്തോഷത്തോടെ വീക്ഷിക്കുന്നു. ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ പുതിയ വികസനം, പുതിയ തൊഴിൽ, അങ്ങനെ വിവിധ അവസരങ്ങൾ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഓരോരുത്തർക്കും ലഭിക്കുന്നു, രാജ്യത്തുടനീളമുള്ള യുവാക്കൾക്കും ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വികസന സാധ്യതകളെ കുറിച്ച് പറയുവാണെങ്കിൽ അനന്തമായ വികസന സാധ്യതകൾ തിരുവനന്തപുരത്തേക്ക് തുറന്നു തരികയാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന വഴി. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഇപ്പോൾ നമ്മൾക്ക് കമ്മീഷൻ ചെയ്ത് തരികയാണെങ്കിലും ഇനിയും വരുന്ന ഒട്ടുമുക്കാൽ കമ്പനികളും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ യുവാക്കൾക്ക് ജോലി കിട്ടാനും മറ്റും സാധ്യതകളുള്ള വൻപിച്ച പദ്ധതികൾ തിരുവനന്തപുരത്ത് വരട്ടെ. കാരണം ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം. 3 തവണ നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയ MP പോലും തിരുവനന്തപുരത്തിനെ ശരിക്കും പറഞ്ഞാൽ വേണ്ടാത്തൊരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ പോലും BJP നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്തെ കൈവിടുന്നില്ല. അപ്പോൾ യുവാക്കൾക്കും നമ്മുടെ ഒരു വീട് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, യുവതലമുറകൾ കുറവാണ്, യുവാക്കൾ കുറവാണ്. വയസ്സായ ഒരു പ്രായമായ ഒരു അച്ഛനോ അമ്മയോ മാത്രമേ ഇപ്പോൾ വീടുകളിൽ കാണുകയുള്ളൂ. മിക്കവാറും ജോലി അന്വേഷിച്ച് പുറം നാടുകളിലാണ് അവർ പോകുന്നത്. ഇതൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും യുവാക്കളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തുവാനും ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വികസനത്തിൻ്റെ പുതിയ ഏട് തുറക്കാൻ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ, വികസനത്തിൻ്റെ ഒരു പുതിയ തേരോട്ടം കുറിക്കാൻ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയെ കാത്തു നിൽക്കുന്ന ഓരോ പ്രവർത്തകരും ഇപ്പോൾ ആവേശത്തോടുകൂടി പറയുന്നത്. ആ വികസന കുതിപ്പിനായി രാജ്യം കാത്തിരിക്കുന്നു. ആ രാജ്യത്തിനോടൊപ്പം കേരളവും കാത്തിരിക്കുന്നു. ആ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി, രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയുള്ളത് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കൃത്യം 8 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയിൽ, ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ തലസ്ഥാന നഗരിയിലേക്ക് എത്തും. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ശാലിനി നമ്മളൊക്കെ സൂചിപ്പിച്ചത് വികസനത്തിൻ്റെ പുതിയ ഏട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ചരിത്ര നിമിഷത്തിലൂടെയും ഞാനും ശാലിനിയും
ഇപ്പോഴുള്ള ഓരോ തലമുറയും കടന്നു പോവുകയാണ്. ഇനി നാളെ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പുതുചരിത്രം, പുതുവികസനമാണ് കേരളത്തിന് കുറിക്കുന്നത്. അതെങ്ങനെയാണ് നോക്കിക്കാണാൻ സാധിക്കുക? എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന് കല്ലിടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരാണ് കല്ലിട്ടത്. ഒരുപക്ഷെ നമ്മൾ ഈ ഘട്ടത്തിൽ മറന്നു പോകുന്നതും ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് തറക്കല്ലിടൽ നടക്കുന്നത്. അതിനുശേഷം മാറി വന്ന സർക്കാർ സ്വാഭാവികമായും LDF സർക്കാരാണ്. അതിന്റെ ഒപ്പം സഞ്ചരിച്ചേ പറ്റുള്ളൂ. കേന്ദ്രത്തിന് അങ്ങനെ പറയുമ്പോൾ കേന്ദ്രത്തിൽ UPA സർക്കാരായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തെ പിന്തുണയ്ക്കുന്ന ഘട്ടമായി നിൽക്കുന്ന വലിയൊരു സർക്കാർ സംവിധാനം അന്ന് കേന്ദ്രത്തിലുണ്ട്. എന്നിട്ട് പോലും കേന്ദ്രത്തിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ആ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ പ്രധാനമായി വിമർശനമായി ഉയരുന്നത്. അതെ, അത് തന്നെയാണ് ഒരു മാറ്റം വന്നത്. കേരളത്തിന് ഗുണം ചെയ്തു എന്നുള്ളതാണ്. കേന്ദ്രത്തിലേക്ക് NDA സർക്കാർ എത്തുന്നു. സ്വാഭാവികമായും കേരളത്തിന് കൈത്താങ്ങായി ഈ ഒരു വിഴിഞ്ഞം പദ്ധതി അവർ കൈപിടിച്ചുയർത്തുന്നു. കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദാനി വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാവുകയാണ്. നമ്മൾ ആദ്യം മണ്ഡലം പ്രസിഡന്റ് ചിഞ്ചുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇവിടെ ക്രെയിനുകൾ നിയന്ത്രിക്കുന്നത് വനിതകളാണ്. നാരീശക്തി ഉയർത്തി കാണിക്കുന്നത്. ഒരുപക്ഷെ സ്ത്രീ സുരക്ഷ പറഞ്ഞ് LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ നാരീശക്തി ഊന്നി കേന്ദ്ര സർക്കാർ എത്തുമ്പോൾ ആ നാരീശക്തി ശരിക്കും പ്രയോജനപ്പെടുത്തുന്നത് ഇത്തരം ഘട്ടത്തിലാണ്. കാരണം ആ ഒരു മേഖലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറിയ കുട്ടികൾ, 18 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളാണ് ക്രെയിൻ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ മറ്റൊരു പോർട്ടിലും ഇല്ലാത്തൊരു വലിയ സംഭവം തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇനി ചരിത്രം എഴുതാൻ പോകുന്നത് വിഴിഞ്ഞത്തിന് മുൻപും വിഴിഞ്ഞത്തിന് ശേഷവുമായി തലസ്ഥാനത്തെ അടയാളപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല. മാറ്റങ്ങൾ വരും, മാറാനുള്ളതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാറും. അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ 11 മണിയോടുകൂടി ഔദ്യോഗികമായി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കപ്പലുകൾ എത്തിത്തുടങ്ങി, മദർഷിപ്പുകൾ എത്തിത്തുടങ്ങി. അതിൻ്റെ ചരക്ക് ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ നടന്നു. വലിയ രീതിയിലുള്ള വരുമാന നേട്ടം സംസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 50 വർഷം കഴിയുമ്പോൾ സംസ്ഥാനത്തിന്റെ കൈകളിലേക്ക് നേരിട്ട് ആ വരുമാനം എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ വികസനത്തിന്റെ വലിയൊരു മുഖമായി വിഴിഞ്ഞം മാറുകയാണ്. തലസ്ഥാനത്ത് തുറമുഖം ഇല്ല എന്നുള്ളൊരു വിഷമം അത് നാളത്തോടു കൂടി മാറുകയാണ്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രധാന സേവകൻ എത്രത്തോളം കേരളത്തെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. 1ാം ഘട്ടം കമ്മീഷൻ ചെയ്യുന്നു. ഒപ്പം തന്നെ 2ാം ഘട്ടത്തിന് തുടക്കമാവുകയാണ്. ആ 2ാം ഘട്ടം ഇനി എന്ന് പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും വരുമാന നേട്ടം, ഒപ്പം തന്നെ കേരളത്തിന്റെ വികസന കുതിപ്പിനൊപ്പം സഞ്ചരിക്കുക, തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുക. അതിലൂടെ ഇപ്പം റോഡ്, റെയിൽ, വിമാനം അങ്ങനെ സർവീസുകളടക്കം കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നു. ചരക്ക് കയറ്റി ഇറക്കുമതി നടക്കുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ തുറമുഖം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് സംശയമില്ല. നമുക്കറിയാം മറ്റ് തുറമുഖങ്ങളെ, അടുത്തുള്ള മറ്റ് തുറമുഖങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തുർക്കി അടക്കമുള്ള മേഖലകൾ. സൂചിപ്പിച്ചതുപോലെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ ചരിത്രം കുറിക്കാൻ തന്നെയാണ് പ്രധാന സേവകൻ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. അതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. തത്സമയ കവറേജാണ്, സമഗ്രമായ കവറേജാണ് ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് വേണ്ടി ജനം TV നൽകുന്നത്. പ്രത്യേകിച്ചും വളരെ വലിയൊരു കാത്തിരിപ്പിൽ തന്നെയാണ് ജനങ്ങളാകെ ഉള്ളത്. തങ്ങളുടെ പ്രധാന സേവകനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്.